ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കടലക്കറിയാണ്. തിക്ക് ഗ്രേവി ആയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1.5 കപ്പ് കടല നന്നായി കഴുകിയതിന് ശേഷം തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിരിക്കുകയാണിത്. ഈ കുതിർത്ത് വെച്ച വെള്ളം തന്നെ യൂസ് ചെയ്താണ് ഞാൻ കുക്കറിലിട്ട് കടല വേവിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഒരു ഫിസിൽ അടിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 6-7 ഫിസിൽ അടിക്കണം. കടല വെന്തെങ്കിൽ മാത്രമേ കടലക്കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. കടല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഞാൻ ഒരു തവി കടല മിക്സിയിൽ അരിക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കറി ഇച്ചിരി കുറുകാൻ വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമൊന്നുമില്ല. കണ്ട എടുത്ത കടല മിക്സിയിൽ അരിക്കാനുള്ള കടലയാണ്. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ മിക്സിയിൽ അരിക്കാവുള്ളൂ. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ആദ്യം നമുക്ക് തേങ്ങ കൊത്തിടാം. കറിവേപ്പില ഇട്ടു. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുവാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. 3 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഇടുവാണ്. സവോള പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. മൂടി തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കണം. സവാള നന്നായിട്ട് വഴറ്റണം, എന്നാലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. സവാള വഴണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണിത്. മഞ്ഞളിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സ്പൂൺ മീറ്റ് മസാല, 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ മസാലയെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം. കടല വെന്ത വെള്ളം ഇച്ചിരി ഒഴിച്ചിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. നമുക്ക് നേരെ 5 മിനിറ്റ് മൂടി വെക്കാം. തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. കടല മിക്സിയിൽ അരച്ചതും കൂടെ ചേർക്കുകയാണ്. ഇനി ഒരു 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. കടല എന്തിനാ അരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ കറി നല്ല കുറുകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. നല്ല മണം വരുന്നുണ്ട്. ഇപ്പം ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം കറക്റ്റ് ഭാഗമാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.